സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ്, പത്തപ്പിരിയം, എടവണ്ണ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ, പന്നിപ്പാറ, തൂവക്കാട്. ബ്രദേഴ്സ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ്, പാലപ്പറ്റ. എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ എല്ലാ ഘടകവും ലഭിക്കാത്ത ഗുണഭോക്താക്കളുടെ പഞ്ചായത്ത് തല സംഗമം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ സമദ് ഉദ്ഘാടനം ചെയ്തു. 400ഓളം ഗുണഭോക്താക്കളാണ് ഇന്ന് സംഗമത്തിൽ പങ്കെടുത്തത്. ലൈഫിൽ ഉൾപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കൾക്കും ബാക്കി വരുന്ന തുക നൽകാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് സുനീറ സമദ് പറഞ്ഞു. രണ്ടാം ഘട്ടം കിട്ടിയ ആളുകളുണ്ട്, അതുപോലെ അവസാന ഘട്ടങ്ങളിൽ കിട്ടുന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങളൊക്കെ വലിയ പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളതെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. നമ്മൾ ഈ കസാരയിൽ വന്നിരിക്കുമ്പോൾ ആദ്യം തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുക്കുമ്പോൾ ഓരോ അംഗങ്ങളും വിളിച്ചിട്ട് ഞങ്ങളുടെ വീടിൻ്റെ പൈസ ഗഡുക്കൾ പൂർത്തിയാക്കി തരണമെന്ന് മാത്രമാണ് അധികം ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ വാടക വീട്ടിലേക്ക് താമസം മാറിയവരുണ്ട്, ബന്ധുവീടുകളിലേക്ക് താമസം മാറിയവരുണ്ട്. അതൊന്നും പൂർത്തിയാക്കാൻ കഴിയാത്ത സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഭരണസമിതി ഇന്ന് നിങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി ഇവിടെ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ 3-ാം തീയതി തൃശ്ശൂർ കിലയിൽ വെച്ച് പ്രസിഡന്റുമാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. തദ്ദേശ വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്ത മീറ്റിംഗ് ആയിരുന്നു. എടവണ്ണ പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് ഞാൻ ഈ ലൈഫിൻ്റെ ഒരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 1, 2, 3 ഘട്ടങ്ങൾ കിട്ടി പൂർത്തിയാക്കാത്ത ആളുകൾക്ക് മൊത്തം പണം കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് മാത്രമാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണം ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഒരു അവസരത്തിൽ ഏറ്റവും ആവശ്യം ഇതാണ്, അത്യാവശ്യം ഇതാണ് എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യം ആവശ്യപ്പെട്ടതും. നമുക്കപ്പോൾ തന്നെ അവിടുന്ന് കിട്ടിയ മറുപടി ഈ മാസം പകുതിയാകുമ്പോൾ പഞ്ചായത്തിലേക്ക് ഇതിൻ്റെ ഫണ്ട് മന്ത്രി നമ്മളോട് പറഞ്ഞ കാര്യമാണ്, അത് നിങ്ങളെ കൂടി അറിയിക്കുകയാണ്. പഞ്ചായത്തിലേക്ക് 4.5 കോടിയാണ് നമ്മുടെ 335ഓളം ഗുണഭോക്താക്കളുണ്ട് നമുക്ക് എടവണ്ണ പഞ്ചായത്തിൽ. അതിൽ ജനറൽ ഉണ്ട്, SC ഉണ്ട്, ST ഉണ്ട്, ഒക്കെ കൂട്ടിയിട്ട് അത്രത്തോളം ഉണ്ട്. അപ്പോൾ ആ ആളുകൾക്കൊക്കെ 4.5 കോടി രൂപ വേണം ഈ ഒരു പണി പൂർത്തീകരിച്ച് മൊത്തം തുക കൈമാറണമെങ്കിൽ 4.5 കോടിയാണ് നമുക്കിന്ന് ആവശ്യമുള്ളത്. അപ്പോൾ വലിയൊരു ബാധ്യതയാണ്, പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ്. മാത്രമല്ല ഇത് പൂർത്തിയാക്കേണ്ട ആവശ്യം ഞങ്ങളുടെ ബാധ്യതയാണെന്ന നല്ല ബോധമുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചതും. അപ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് കിട്ടിയ മറുപടി 1 മണിക്കൂർ നമുക്ക് ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കളത്തിങ്കൽ ഷാജി, മെമ്പർമാരായ KU ശ്രീനിവാസൻ, V ലുക്മാൻ, VP മൻസൂർ, വളപ്പിൽ അബു, PK സക്കീർ, I ദിനേഷ് കുമാർ, P പ്രദീപ്, ആബിദ ഷിഹാബ്, നിയുക്ത ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ EA കരീം, VO ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. 350 അടുത്ത് ജനറൽ വിഭാഗത്തിലും പട്ടികജാതി വിഭാഗത്തിലും പട്ടികവർഗ വിഭാഗത്തിലുമായിട്ട് ഏകദേശം 350 ഗുണഭോക്താക്കൾക്ക് ഇനിയും പൈസ കൊടുക്കാനുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഈ ബോർഡ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അതിൻ്റെ ലിസ്റ്റ് പരിശോധിക്കുകയും അടിയന്തരമായി ഇവർക്ക് തുക ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം 1-ാം ഘട്ടം രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും പരത്തിയ പരിഗണന മറ്റു ഒരു കാര്യത്തിലേക്കും ഭരണസമിതി പോയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭരണസമിതി പുതിയ പരിഗണന നൽകി ഇതിൻ്റെ ആളുകളെ നിങ്ങളെ വിളിച്ച് ചേർത്ത് ഇതുമായി ബന്ധപ്പെട്ട് ലൈഫ് മിഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ മന്ത്രിയെ തന്നെ നേരിട്ട് സംസാരിച്ച് അദ്ദേഹം ഉറപ്പ് നൽകിയത് ഇതുപോലെ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കാനുള്ള പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്താണ്. കാരണം ഏറ്റവും കൂടുതൽ വീട് കൊടുത്തത് ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ കൂടുതൽ വീട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കുള്ള ഒരു പ്രയാസം സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ പഴയ കാലത്ത് പറയുന്ന രീതിയിൽ 300 ആൾക്ക് കൊടുക്കേണ്ട പൈസ കൊണ്ട് നമ്മൾ 600 ആൾക്ക് എഗ്രിമെൻറ്റ് വെക്കുമ്പോൾ ഉണ്ടായ ഒരു പ്രയാസമാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്. കാരണം 300 ആളെ കണ്ടുകൊണ്ട് 600 ആൾക്ക് എഗ്രിമെൻറ്റ് വെക്കുമ്പോൾ സ്വാഭാവികമായും പല ആളുകൾക്കും ഇതുപോലെ പൂർത്തിയാക്കാൻ സാധിക്കും. ഏകദേശം നമ്മുടെ പഞ്ചായത്തിൽ 600-നടുത്ത് ആളുകൾ 500 ചില ആളുകൾ അഗ്രിമെൻറ്റ് വെച്ചത് 350ഓളം ആളുകൾ ഇനിയും പൈസ ലഭിക്കാനാണ്. അതുപോലെ പ്രസിഡന്റ് സൂചിപ്പിക്കേണ്ടായി 4.5 കോടി രൂപ വേണം നമുക്ക് നിങ്ങളെയൊക്കെ 4 ലക്ഷം ഓരോ വീടിന് 4 ലക്ഷം പൂർത്തീകരിച്ച് നിങ്ങളൊക്കെ പിരിച്ച് നമ്മളെല്ലാം ലാസ്റ്റുകൾ ലഭ്യമാണെന്നുണ്ടെങ്കിൽ 4.5 കോടി രൂപ വേണം. അതോടൊപ്പം തന്നെ ഏകദേശം 5 കോടി രൂപ നമുക്ക്, കാരണം പദ്ധതി മറ്റു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 50 ലക്ഷം കഴിഞ്ഞ ഭരണസമിതി നിങ്ങൾക്ക് ഈ ഫണ്ട് ലഭ്യമാകുന്നതിന് വേണ്ടി തന്നിട്ടുണ്ട്. ഇല്ലത് നമ്മൾ പറയണല്ലോ.
അപ്പോൾ അതെന്താ വെച്ചാൽ ആ പൈസ അടക്കം 5 കോടി രൂപ ഇടവണ്ണ പഞ്ചായത്തിന് ഗവൺമെൻറ് തരണം. അപ്പം ഇത് ഇത്ര നീണ്ടുപോയി നമുക്കൊക്കെ എല്ലാവർക്കും, പഴയ മെമ്പർമാർക്കും അതുപോലെ തന്നെ പഴയ 10 മെമ്പർമാർക്കും എല്ലാവർക്കും പ്രയാസമുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ്, പത്തപ്പിരിയം, എടവണ്ണ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ, പന്നിപ്പാറ, തൂവക്കാട്. ബ്രദേഴ്സ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ്, പാലപ്പറ്റ.